നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. എന്റെ മക്കൾക്ക് അവകാശപ്പെട്ട സ്വത്ത് വിൽക്കണമെങ്കിൽ അവളുടെ സമ്മതം വേണമെന്ന്. എവിടത്തെ ന്യായോടെ ഇതൊക്കെ? അതേടോ, ഇനി ഇതാണ് ഇവിടുത്തെ ന്യായം. ഇത്രയും നാളും നീയൊക്കെ കൊണ്ടുപോയി തോതി വരെ വിറ്റുന്നൊളിഞ്ഞ് ജീവിച്ചില്ലേ? ഇനി ചോദിക്കാനും പറയാനും അവളും കൂടെ വരും. എന്താടാ, ബുദ്ധിമുട്ടുണ്ടോ? അത് ശരി. അപ്പൊ നിങ്ങളും കൂടി അറിഞ്ഞിട്ടാണല്ലേ ഇത്? ഞാൻ പറഞ്ഞില്ലേ അച്ഛാ, ആ പെണ്ണ് ഇയാളുടെ വീട്ടിൽ കയറി ഇറങ്ങുന്നതൊക്കെ ഞാൻ കണ്ടതാണെന്ന്. അതേടാ, അവളെ ഇപ്പൊ സംരക്ഷിക്കുന്നത് ഞാൻ തന്നെയാ. ഇത്രയും കാലം നിങ്ങളൊക്കെ ഞാൻ തീറ്റുപോറ്റില്ലേ? ഇനി കുറച്ചു കാലം ഞാൻ അവളെ നോക്കട്ടെ. അവളും എന്റെ പെങ്ങ കൊണ്ടായത് തന്നെയാണല്ലോ. ഓഹോ, അപ്പൊ അവളുടെ സമ്മതമുണ്ടെങ്കിൽ ഇതൊക്കെ വിൽക്കാൻ പറ്റുള്ളൂ എന്ന് ആധാരത്തിൽ എഴുതി ചേർത്തതും നിന്റെ ബുദ്ധിയാണല്ലേ? ആണെന്ന് തന്നെ വെച്ചോ. എന്താടാ, നിനക്ക് എതിർക്കാൻ ധൈര്യമുണ്ടോ? ഇത്രയും കാലം നിങ്ങളുടെയൊക്കെ ചീത്ത വിളി കേട്ടും സ്വഭാവം സഹിച്ചും എന്റെ പെങ്ങളെ ജീവിച്ചില്ലേ? ഇനി കുറച്ചു നാൾ അവളുടെ സ്വന്തം മകളുടെ കൂടെ സുഖമായിട്ട് അങ്ങ് ജീവിക്കട്ടെ. അതെ, ഈ വീട്ടിൽ വെച്ച് നടക്കില്ല. നടക്കൂടാ, ഇവിടെ തന്നെ നടക്കും. നമുക്ക് നോക്കാം. നീ എന്താ അവളെ നിന്റെ അമ്മ എന്ന് തട്ടിക്കളയും? പറയടാ, അതിനുള്ള ആംബിയർ ഉണ്ടോടാ നിനക്ക്? നിവർത്തി കേട്ടാ ചിലപ്പോ ആംബിയർ ഉണ്ടായെന്ന് വരും. ഇറങ്ങി പോണ നായ ഇവിടുന്ന്. മിണ്ടി പോകരുത്. താനാടോ ഇവരൊക്കെ ഇങ്ങനെ ആക്കിയത്? ഈ വീട് എന്റെ അച്ഛൻ എന്റെ പെങ്ങളുടെ പേർക്ക് എഴുതിയതാ. ഇവിടെ നീ ഇനി താമസിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. വേണ്ടടോ, എനിക്ക് തന്റെ തന്തയുടെ ഔദാര്യം വേണ്ട. എനിക്ക് വേണ്ടത് എന്റെ അവകാശമാണ്. നിങ്ങളുടെ പെങ്ങളുടെ വയറ്റിലാണ് ഞാൻ ജനിച്ചതെങ്കിൽ ആ അവകാശം ഞാൻ നേടിയെടുത്തിരിക്കും. ഓഹോ, അങ്ങനെ ആവട്ടെ. എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, പോയി കേസ് കൊടുക്കടാ. കേസ് കൊടുക്കണോ തട്ടിപ്പറിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഇറങ്ങി പോടാ ഇവിടുന്ന്. പോകാനാണോ പറഞ്ഞത്? കണ്ടുപോരുത് ഇവിടെ. തനിക്ക് ഞാൻ വച്ചിട്ടുണ്ട്. എന്താണോ തനിക്ക് അവൻ്റെ കൂടെ പോണോ? നീ ഓടാടി. എന്തേ? ഞാൻ ഈ ചോദിച്ചതിന്റെ ഉത്തരം പറയടി. പുറത്തേക്ക്. എന്തോ പുറത്തേക്കെന്ന് പറഞ്ഞ സ്ഥലപ്പേരൊന്നുമില്ലേ? കൂട്ടുകാരുടെ അടുത്തേക്ക്. നിന്റെ തള്ള എവിടെ കിടക്കുന്നെന്ന് അറിയാമോ? അറിയാം. എന്നിട്ട് നിനക്കങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കാൻ സമയം കിട്ടിയില്ല അല്ലെ? ഇത്രയും കാലം നിങ്ങളൊക്കെ ഇവിടെ എങ്ങനെയാ കഴിഞ്ഞു പോയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിന് നടക്കാൻ പോകില്ല. ആശുപത്രിയിൽ നിന്ന് അവൾ ഇങ്ങോട്ട് വരുമ്പോ അവള് പറയുന്നത് കേട്ടനുസരിച്ച് നിന്നോണമല്ല. അല്ലാത്തവർക്കൊക്കെ എവിടെയാന്ന് വെച്ച് ഇറങ്ങിപ്പോ. മനസ്സിലായല്ലോ? പിന്നെ അവളുടെ മകളുടെ കാര്യം ശരിയാ. അങ്ങനെ ഒരു മകൾ അവക്കുണ്ട്. അവള് ഇപ്പൊ എന്റെ കസ്റ്റഡിയിലും. അവളെ കൊണ്ട് ചെയ്യിക്കാനുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യിച്ചു കഴിഞ്ഞാൽ ഞാൻ അവളെ ഇങ്ങോട്ടേക്ക് അയക്കും. പിന്നെ അവള് നിങ്ങളെ പഠിപ്പിക്കും മര്യാദ. നാളെ മുതലേ കൃത്യസമയത്ത് ആശുപത്രിയിൽ ഭക്ഷണം എത്തിച്ചോണം. അവളുടെ അടുത്ത് നിന്ന് പരിചരിച്ചോണം. മനസ്സിലായോടി? നീ ഇന്ന് നിന്റെ ഒരു കൂട്ടുകാരുടെ അടുത്തും പോകത്തില്ല. കേൾപ്പൊടി.
ഒരു സെക്കൻഡ്. എന്താ ഇവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നില്ലേ? സീതമ്മയാണോ? അതെ. അവരൊക്കെ കട നിർത്തി പോയല്ലോ. പോയോ? എങ്ങോട്ട്? അധിക ദൂരമൊന്നുമില്ല. കുറച്ച് മുമ്പോട്ട് ചെല്ലുമ്പോ ഒരു വളവ് തിരിഞ്ഞ് ഒരു കെട്ടിടം കാണാം. അവിടെ ഇപ്പൊ താമസം. വലിയ നിലയിലായല്ലോ. ലോട്ടറി അടിച്ചതാണോ ആരെങ്കിലും പറ്റിച്ചതാണോ എന്നൊക്കെ സംസാരമുണ്ട്. അവരുടെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നില്ലേ? പിന്നെ ഒരു പെശക് പിടിച്ച പെണ്ണായിരുന്നു. എപ്പോഴും അടിയും വഴക്കും. ഒരു ആൺകുട്ടിയെ കാട്ടി കുഴപ്പം. ആ കുട്ടി കൂടെ ഉണ്ടല്ലോ അല്ലേ? കുറച്ചു ദിവസമായിട്ട് മാർക്കറ്റിലൊന്നും കാണുന്നില്ല. ഗൾഫിലോ മറ്റോ പോയെന്ന് ആരൊക്കെ പറയുന്ന കേട്ടു. ആ പെണ്ണിന്റെ കാര്യം നമുക്കൊന്നും പറയാൻ പറ്റുകയില്ല. ചിലപ്പോ പോലീസ് മറ്റേ പിടിച്ച് ജയിലിൽ ഇട്ടേച്ചാലും മതി. എന്നാ ശരി. വലിയ ഉപകാരം. അല്ല, നിങ്ങൾ എവിടുന്നാ? ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ദൂരെന്നാ. സീതമ്മയെ അറിയാവുന്ന ആളാ. ഓ ശരി 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 ശരി. അതിലെ പോട്ടെ. ഓർമ്മയുണ്ടോ? കൊറേ കൊല്ലമായി കണ്ടിട്ട്. എനിക്കങ്ങോട്ട് ഓർമ്മ വരുന്നില്ലല്ലോ. 10-25 കൊല്ലം മുമ്പ് ഒരു കുഞ്ഞിനെ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിരുന്നു. അലക്സ്, കേറി വാ, കേറി വാ. തന്റെ പേര് ഞാൻ എപ്പോഴും ഇവിടെ പറയും. കണ്ടിട്ട് കുറെ നാളായതുകൊണ്ട് മുഖം ഓർമ്മ വന്നില്ല. മാത്രമല്ല പ്രായമായില്ലേ. എന്താ ഇപ്പോഴിങ്ങോട്ട് തേടി വരാൻ? ആ കുട്ടി ഇപ്പം വലുതായി കാണുമല്ലേ? അതെന്ത് ചോദ്യം അലക്സേ? മനുഷ്യക്കുട്ടികളായ പിന്നെ വളരില്ലേ? എന്തായാലും എന്നോട് ചെയ്തൊരു വലിയ ഉപകാരം തന്നെയാ കേട്ടോ. അതെന്താ? എന്താന്നോ, അവൾ ഉള്ളതുകൊണ്ടല്ലേ അലക്സേ ഞാൻ ഇപ്പൊ തന്നെ അന്തസ്സോടുകൂടി ജീവിക്കുന്നത്. എന്റെ മോള് മരിക്കുവോളം അവള് നന്നായി നോക്കി. വീട്ടിൽ വെറുതെ ഇരിക്കാൻ അവളെ കിട്ടില്ല. എന്ത് പണിയെടുത്തു അവള് വീട് നോക്കും. ഒന്നും പറ്റിയില്ലെങ്കിൽ കൂലിക്ക് തല്ലാൻ പോയിട്ടാണെങ്കിലും അവള് കാശുണ്ടാക്കിക്കൊണ്ട് വരും. എനിക്ക് അവളെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അതൊന്നും പറ്റില്ല അലക്സേ. അവളെ അങ്ങനൊന്നും കാണാൻ എളുപ്പമല്ല. അതെന്താ? അവള് ഇവിടെ ഇല്ലാത്തോണ്ട് തന്നെ. എവിടെ പോയി? ഒരുപാട് ദൂരെയാ. ഒരു വലിയ ജോലി ഏറ്റെടുത്ത് പോയിരിക്കുക. ദൂരെ എന്ന് പറയുമ്പോ? ഒരുപാട് അകലെയാണ് അലക്സേ. അങ്ങനൊന്നും അവളെ കാണാൻ പറ്റില്ല. ആരും അന്വേഷിച്ച് ചെല്ലണ്ടെന്ന് അവള് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കേരളത്തിൽ തന്നെ ഉണ്ടല്ലേ? അതൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല. എന്റെ കയ്യിൽ കുറെ കാശ് അവള് കൊണ്ടു തന്നു. ഞാൻ ജോലിക്ക് പോവുകയാണ്, തിരിച്ചു വരുമ്പോ ഇനിയും കാശ് കൊണ്ടു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവള് വരുമ്പോ അലക്സ് വാ. പണ്ട് താൻ എനിക്ക് അവളെ ഏറ്റെടുക്കുമ്പോ തന്ന കാശ് പലിശ സഹിതം ഞാൻ തിരിച്ചു തന്നോളാം. അതൊന്നും വേണ്ട സീതമ്മേ. ഇതാ ഇതെന്റെ ഫോൺ നമ്പറാണ്. ആ കുട്ടി വരുമ്പോ എന്നെ ഒന്ന് വിളിക്കാൻ പറയണം. എന്താ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ? അത് ആ കുട്ടിയുടെ അമ്മയ്ക്ക് അവളെ ഒന്ന് കാണണം. മരിക്കുന്നതിന് മുമ്പ് അതൊന്ന് സാധിച്ചു കൊടുക്കാൻ. സീതമ്മ പേടിക്കണ്ട. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല.